പുസ്തകം വായിക്കാനും പുസ്തക ചർച്ചയ്ക്കായും ഒരു കഫേ എന്ന ആശയം കഴിഞ്ഞ കൊല്ലം വായനാ ദിനത്തിലാണ് തിരുവനന്തപുരം നഗരിയിൽ ചർച്ച ചെയ്തത്. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ബുക്ക് മാർക്ക് കഫേ ഇന്ന് ആ വിജയം തുടരുകയാണ്. തിരക്കുകൾക്കിടയിൽ ഈ വായനാ ലോകം മറ്റൊരു അനുഭൂതി നൽകുന്നുവെന്നാണ് കഫേയിലെത്തിയ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം. വായനാ ദിനത്തിൽ തലസ്ഥാനം ഏറ്റവുമധികം ചർച്ച ചെയ്തത് ബുക്ക് മാർക്ക് കഫേയെക്കുറിച്ചായിരുന്നു. വായിക്കാനും പുസ്തക ചർച്ചകൾക്കുമെല്ലാം തിരക്കുകളിൽ നിന്ന് മാറിയൊരിടം. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ ആശയം വളർന്നു വലുതായി. തലമുറ വ്യത്യാസമില്ലാതെ ഒട്ടനവധി പേർ പുസ്തക വായനയ്ക്കായി ഇവിടങ്ങളിലേക്ക് എത്തുന്നു. പല പുസ്തകങ്ങൾ തിരഞ്ഞുപിടിച്ചു വായിക്കുന്നു. ഒപ്പം വായനയിലൂടെ ഒരു സൗഹൃദ വലയം തന്നെ രൂപപ്പെടുന്നു. ഒരുപാട് ഫ്രസ്ട്രേഷനും ടെൻഷനൊക്കെ ആയിരിക്കും ഈ പടി വരെ വരിക. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം അതൊക്കെ നമ്മളങ്ങ് മറക്കും. ഒരു കോഫി, ഒരു വായന, മൈൻഡ് ഓക്കെ ആക്കുക, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ബന്ധങ്ങൾ, നല്ല നല്ല വായനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതിനേക്കാളും കൂടുതൽ പുതിയതായിട്ട് ഓരോന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് 67 വയസ്സാവുന്നു. ഇവിടെ ഇരുന്ന് വായിക്കുന്നത് ഒരു രസമാണ്. ഇവിടുത്തെ കോഫിയും ഇവിടുത്തെ ചെടിയും ഈ അന്തരീക്ഷമൊക്കെ കണ്ട് വായിക്കുന്നത് ഒരു രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ പാട്ടും കഥകളുമായി ദിവ്യ എസ് അയ്യർ IAS അതിഥിയായി എത്തി. വായന എന്നും ലഹരിയെന്ന് ദിവ്യ. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ അതിലെ ഗ്രന്ഥകർത്താവുമായിട്ട് മാത്രമല്ല, നമുക്ക് ചുറ്റും സമാനമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന വ്യക്തികളുമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന മറ്റ് മനുഷ്യരുമായിട്ടും കൂടെ നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ വളരാനുള്ള ഒരിടം കൂടിയാണ് ബുക്ക് മാർക്ക് കഫേ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ബുക്ക് മാർക്ക് കഫേ സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു വർഷം പിന്നിടുമ്പോൾ കഫയിലൂടെ വായനയും വളരുന്നു. ബഷീറും MTയും മുകുന്ദനും പുസ്തകങ്ങളിലൂടെ തുറന്നിട്ട വിശാലമായ ലോകം തലസ്ഥാന നഗരിയും ആസ്വദിക്കുന്നു. തിരുവനന്തപുരം.